ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രീമിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC ബുള്ളറ്റിൻ്റെ അകത്ത് വന്നിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ചോദ്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ സെറ്റ് 2-ൽ നമ്മളൊരു 25 ചോദ്യങ്ങൾ പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഇന്ന് അടുത്തൊരു 25 ചോദ്യങ്ങളും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഇത് ചെയ്യാനുള്ള സമയക്കുറവ് കൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. അപ്പോൾ ആദ്യത്തെ സെറ്റിനകത്ത് ഒരു 50 ചോദ്യമുണ്ട്. അപ്പോൾ നല്ല ചോദ്യങ്ങളാണ്, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഞാൻ കറണ്ട് അഫയേഴ്സ് ചെയ്യാത്ത വീഡിയോസിൽ, അതായത് സാധാരണ ടോപ്പിക് വീഡിയോസിൻ്റെ എല്ലാത്തിനെയും അവസാനം ഒരു 5 കറണ്ട് അഫയേഴ്സും കൂടെ ചെയ്യുന്നുണ്ട്. 2020 കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് 5 ചോദ്യവും നല്ല ചോദ്യങ്ങളാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും അത് മുഴുവനായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സീരീസ്, അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വീഡിയോസ് എല്ലാം ഞാൻ ബുള്ളറ്റിൻ സയൻസ് ആൻഡ് ടെക്നോളജി S&T എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 26ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഹൈഡ് ഇൻഫോർമേഷൻ ഇൻസൈഡ് എ പിക്ചർ? അപ്പോൾ പിക്ചറിൻ്റെ അകത്ത് ഇൻഫോർമേഷൻസിനെ ഹൈഡ് ചെയ്യുന്ന ടെക്നോളജി പറയുന്ന പേരാണ് സ്റ്റെഗനോഗ്രഫി. അപ്പോൾ എന്താണ് സ്റ്റെഗനോഗ്രഫി? ഒരു പിക്ചർ കൊടുത്തിട്ട് ആ പിക്ചറിൻ്റെ ഉള്ളിൽ ഇൻഫർമേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുക. ആ ടെക്നോളജിയെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റെഗനോഗ്രഫി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് ബ്ലോക്ക് ചെയിൻ? താഴെ പറയുന്നവയിൽ ബ്ലോക്ക് ചെയിനിൻ്റെ ബെനിഫിറ്റ് അല്ലാത്തത്, അതായത് ബ്ലോക്ക് ചെയിനിൻ്റെ മെറിറ്റ്സ് അല്ലാത്തത് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ബ്ലോക്ക് ചെയിൻ? ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ആണ്. എന്താണ് ബ്ലോക്ക് ചെയിൻ? ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിന് പറയുന്ന പേരാണ് ബ്ലോക്ക് ചെയിൻ. അപ്പോൾ എന്താണ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ? ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കുറേ ഡേറ്റകൾ കാണുമല്ലോ, ഒരുപാട് പേരെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ കുറേ ഡേറ്റ കാണാം. എൻ്റെ പേര്, വയസ്സ്, സ്ഥലം, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതിപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ, ആധാർ നമ്പർ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് കാണുമെന്ന് വെച്ചോ. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ ഡേറ്റ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണ് എന്ത്? ഡേറ്റാബേസ്. ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സൂക്ഷിക്കുന്നത് ഒരു ഫയലിലാണ്. ഇപ്പം വേറൊരാളുടേതാണെങ്കിൽ ഒരു ഫയലിലായിരിക്കും. ഇപ്പോൾ C എന്ന് പറയുന്ന പേഴ്സണിന് C എന്ന് പറയുന്ന ഫയലാണ്. അങ്ങനെ ഓരോ ആൾക്കാരെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഓരോ ഫയലാക്കി വയ്ക്കാം. ഈ അങ്ങനെയുള്ള ഒരുപാട് ഫയൽസിനെ എല്ലാം കൂടെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്റ്റോറേജ് ഏരിയയാണ് എന്ത്? ഡേറ്റാബേസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഷെൽഫ് പോലെ, അല്ലെങ്കിൽ അലമാര എന്ന് വെച്ചോ, നമ്മുടെ ഫയൽസ് എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു അലമാര പോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് എന്ത്? ഡേറ്റാബേസ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് എന്താണെന്ന് പറയാം. സാധാരണ കേന്ദ്രീകൃതമായ ഡേറ്റാബേസ് സംവിധാനങ്ങളിൽ ഡേറ്റാബേസ് മുഴുവനായും ഒരു കമ്പ്യൂട്ടറിലോ ഒരു സെർവറിലോ മാത്രമായിരിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു അലമാര പോലെയാണ് ഡേറ്റാബേസ് ഞാൻ പറഞ്ഞില്ലേ. ഈ ഡേറ്റാബേസ് എല്ലാം കൂടെ ഇതുപോലെയുള്ള ഒരുപാട് അലമാര എല്ലാം കൂടെ ഒരു വീടിൻ്റെ അകത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. ആ വീടാണ് എന്ത്? കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സെർവർ. അപ്പോൾ ഒരുപാട് ഡേറ്റാബേസിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സെർവറുണ്ട്. ആ സെർവർ അങ്ങനെയായിരുന്നു പണ്ട്. അതായത് ഈ സാധാരണയുള്ള സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരൊറ്റ സെർവർ കാണും, അതിനകത്ത് ഒരുപാട് ഡേറ്റാബേസ് കാണും. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ ഈ ഓരോ ഡേറ്റാബേസും ഓരോ സെർവറിലായിരിക്കും ഇരിക്കുന്നത്, ഓരോരോ കമ്പ്യൂട്ടറിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ എന്നെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണെന്ന് വെച്ചോ. ഇപ്പോൾ എൻ്റെ ആധാർ നമ്പർ വേണം. എൻ്റെ ആധാർ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഓരോ നമ്പറും ചിലപ്പോൾ ഓരോ ഫയലിൻ്റെ അകത്തായിരിക്കും ഇരിക്കുന്നത്. ഈ ഓരോ ഫയലും ഓരോ ഡേറ്റാബേസിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഓരോ ഡേറ്റാബേസും ഓരോ കമ്പ്യൂട്ടറിലായിരിക്കും ഇരിക്കുന്നത്. ആധാറിൽ എത്ര നമ്പറുണ്ട്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആധാറിലെ അക്കങ്ങളുടെ എണ്ണം എത്ര അറിയാന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ആധാറിലെ, ഇപ്പോൾ എൻ്റെ ആധാറിൻ്റെ നമ്പർ, ഓരോ നമ്പറും ഓരോ ഫയലാണെന്ന് വെച്ചോ. ഈ ഓരോ ഫയലും ചിലപ്പോൾ ഓരോ ഡേറ്റാബേസിൻ്റെ അകത്തായിരിക്കും ഇരിക്കുന്നത്. ഈ ഓരോ ഡേറ്റാബേസും ചിലപ്പോൾ പല രാജ്യങ്ങളിലിരിക്കുന്ന സെർവറിൻ്റെ അകത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എൻ്റെ ആധാർ നമ്പർ ഇപ്പോൾ ഒരൊറ്റ കമ്പ്യൂട്ടറിനകത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് സിസ്റ്റം ആണെങ്കിൽ ഒരൊറ്റ സെർവറിനകത്തായിരിക്കും ഈ ഡീറ്റെയിൽസ് ഫുൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സെർവറിനെ ഹാക്ക് ചെയ്താൽ മതി. നമുക്ക് എൻ്റെ ആധാർ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഓരോ സെർവറിലും ഓരോ നമ്പറും ഓരോ സെർവറിൽ, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, ഓരോ നമ്പറും ഓരോ സെർവറിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് ഏത് സെർവറിലാണ്, ഏത് നമ്പറാണ്, എത്രാമത്തെ നമ്പറാണ്, ആദ്യത്തെ നമ്പറാണോ മൂന്നാമത്തെ നമ്പറാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ സെക്യൂർ ആണ്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് സിസ്റ്റം? സാധാരണ കേന്ദ്രീകൃതമായ ഡേറ്റാബേസ് സംവിധാനങ്ങളിൽ ഡേറ്റാബേസ് മുഴുവനും ഒരു കമ്പ്യൂട്ടർ സെർവറിൽ മാത്രമായിരിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക കമ്പ്യൂട്ടറിലോ സെർവറിലോ മാത്രം സൂക്ഷിച്ചു വയ്ക്കാതെ വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്ന
കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നിലധികം കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരുതരം ഡേറ്റാബേസ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് സിസ്റ്റം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്? ബ്ലോക്ക് ചെയിൻ. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബിറ്റ്കോയിനിലാണ്. നമ്മുടെ ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ ബേസിക് സംഭവമേ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത് നമ്മുടെ ബിറ്റ്കോയിനിലാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത് ഓഡിബിലിറ്റി, സെക്യൂരിറ്റി, ട്രേസബിലിറ്റി. ഇത് ഇത്രയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. സ്കെയിലബിൾ അല്ല. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ സ്കെയിലബിൾ അല്ല. സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ അളവും വലിപ്പവും ഒക്കെ മാറ്റാൻ സാധിക്കുന്നതിനെയാണ് സ്കെയിലബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിനെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. ബാക്കിയെല്ലാം അതിൻ്റെ മെറിറ്റ്സ് ആണ്: ഓഡിബിലിറ്റി, സെക്യൂരിറ്റി, ട്രേസബിലിറ്റി. അടുത്ത ചോദ്യം, which of the following statements are correct? Prithvi is India's first indigenously built missile. It is surface-to-surface short-range ballistic missile. രണ്ടും ശരിയാണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി ആദ്യമായി ഉണ്ടാക്കിയ ഒരു മിസൈലാണ് എന്ത്? പൃഥ്വി. അതൊരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്. സർഫസ് ടു സർഫസ് മിസൈലാണ്. 1993 ഇത് ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായത്. ഇതിന് 3 പതിപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? പൃഥ്വി 1, പൃഥ്വി 2, പൃഥ്വി 3. അങ്ങനെ 3 പതിപ്പുകളുണ്ട്. നമ്മുടെ നാവികസേന ഉപയോഗിക്കുന്ന ധനുഷ് എന്ന് പറയുന്ന മിസൈല് ഈ പൃഥ്വിയുടെ ഒരു രൂപാന്തരമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ബ്രഹ്മോസ് മിസൈൽ ആർ കറക്റ്റ്? അപ്പോൾ ഈ പറയുന്ന 4 എണ്ണവും കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ബ്രഹ്മോസ് മിസൈൽ എന്താണ്? സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ദാറ്റ് ക്യാൻ ബി ലോഞ്ച്ഡ് ഫ്രം സബ്മറൈൻസ്, ഷിപ്സ്, എയർക്രാഫ്റ്റ് ഓർ ലാൻഡ്. അപ്പോൾ ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ്. നമുക്കത് ഏതിൽ നിന്നൊക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റും? സബ്മറൈൻ, അന്തർവാഹിനിയിൽ നിന്ന് പറ്റും, ഷിപ്പിൽ നിന്നും പറ്റും, എയർക്രാഫ്റ്റിൽ നിന്നും പറ്റും, ലാൻഡിൽ നിന്നും പറ്റും. ഇനി അതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 450 കിലോമീറ്റർ ആണ്. ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് ഈ മിസൈലിന് നൽകിയതാരാണ്? APJ അബ്ദുൽ കലാമാണ്. ഇത് ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരു ജോയിന്റ് വെഞ്ചറാണ്. ഓക്കെ അല്ലേ? ബ്രഹ്മോസ് മിസൈൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. നമുക്ക് സബ്മറൈനിൽ നിന്നും, ഷിപ്പിൽ നിന്നും, എയർക്രാഫ്റ്റിൽ നിന്നും, ലാൻഡിൽ നിന്നും ഒക്കെ നമുക്ക് അതിന് ലോഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച് 450 കിലോമീറ്റർ ആണ്. അതിന് ആ പേര് നൽകിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയും റഷ്യയുടെയും സംയുക്തമായ ഒരു വെഞ്ചറാണ് ബ്രഹ്മോസ് മിസൈൽ. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതെല്ലാം മിസൈലാണ്. നമുക്ക് നോക്കാം. ആകാശ് എന്ത് മിസൈലാണ്? സർഫസ് ടു എയർ മിസൈലാണ് ആകാശ്. നമുക്ക് ആ പേര് തന്നെ ആകാശത്തിലേക്ക് തൊടുത്തു വിടുവാണ്. സർഫസ്, ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക്. സർഫസ് ടു എയർ മിസൈലാണ് ആകാശ്. ശൗര്യ ആണെങ്കിൽ സർഫസ് ടു സർഫസ് മിസൈലാണ്. ഭൂമിയിൽ നിന്ന് നിങ്ങൾ ശൗര്യം കാണിച്ചാൽ മതി. അപ്പോൾ ശൗര്യ സർഫസ് ടു സർഫസ് മിസൈലാണ്. നിർഭയ് ഓൾ വെതർ സബ്സോണിക് ക്രൂയിസ് മിസൈൽ, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് നിർഭയം. ഭയപ്പെടേ വേണ്ട, ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും നമുക്ക് ആ മിസൈൽ യൂസ് ചെയ്യാം. അതുപോലെ നാഗ് ആണെങ്കിൽ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് എന്ത്? നാഗ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സർഫസ് ടു എയർ മിസൈൽ? താഴെ പറയുന്നവയിൽ സർഫസ് ടു എയർ മിസൈൽ അല്ലാത്തത് ഏത്? ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് സർഫസ് ടു എയർ മിസൈൽ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ധനുഷാണ്. അപ്പോൾ ധനുഷ് എന്ത് മിസൈലാണ്? ധനുഷ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൃഥ്വിയുടെ ഒരു രൂപാന്തരമായി നാവികസേന ഉപയോഗിക്കുന്ന മിസൈലാണ് ധനുഷ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ പൃഥ്വി എന്ന് പറഞ്ഞാൽ സർഫസ് ടു സർഫസ് മിസൈൽ ഇല്ല. അപ്പോൾ ധനുഷും സർഫസ് ടു സർഫസ് മിസൈലാണ്. അല്ലെങ്കിൽ ഷിപ്പ് ടു ഷിപ്പ്, കപ്പലിൽ നിന്ന് വേറൊരു കപ്പലിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ് ധനുഷ് മിസൈൽ. അതൊരു ബാലിസ്റ്റിക് മിസൈലാണ്. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ധനുഷ്. അപ്പോൾ ബാക്കി നമുക്ക് സർഫസ് ടു എയർ മിസൈൽ ഏതൊക്കെ എക്സാമ്പിൾ നോക്കാം. ആകാശ്, മൈത്രി, ത്രിശൂൽ. ഇത് 3ഉം സർഫസ് ടു എയർ മിസൈലാണ്. ധനുഷ് സർഫസ് ടു സർഫസ് മിസൈലാണ്. പൃഥ്വിയുടെ ഒരു വകഭേദമാണ് ധനുഷ്. വകഭേദമല്ല, രൂപാന്തരമാണ് ധനുഷ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അല്ലെങ്കിൽ ആർ സർഫസ് ടു സർഫസ് മിസൈൽ? അപ്പം നേരത്തെ സർഫസ് ടു എയർ മിസൈൽ അല്ലാത്തത് ഏതെന്നായിരുന്നു ചോദ്യം. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സർഫസ് ടു സർഫസ് മിസൈൽ? പൃഥ്വി നമുക്കറിയാം. ശൗര്യ നമ്മൾ നേരത്തെ പറഞ്ഞു സർഫസ് ടു സർഫസ് മിസൈൽ ആണെന്ന്. പിന്നെ ഒരെണ്ണം ഏതാണ്? ധനുഷ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു ധനുഷ്. അപ്പോൾ സർഫസ് ടു സർഫസ് മിസൈൽ ഏതൊക്കെയാണ്? പൃഥ്വി, ധനുഷ്, ശൗര്യ. ബറക് 8 വന്നിട്ട് ഇൻഡോ ഇസ്രായേലി സർഫസ് ടു എയർ മിസൈലാണ് ബറക്. അപ്പോൾ സർഫസ് ടു എയർ മിസൈൽ ഒരാളും കൂടെ ആയി, ബറക് 8. അടുത്ത ചോദ്യം, തുമ്പ വാസ് സെലക്ടഡ് ഫോർ ബീങ് ദ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ബിക്കോസ്. എന്തുകൊണ്ടാണ് തുമ്പയെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത്? കാരണം എന്താണ്? ജിയോമെട്രിക് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ VSSCയുടെ സൈറ്റിൽ നോക്കിയപ്പോൾ ജിയോ മാഗ്നറ്റിക് എന്നാണ് കണ്ടത്. ജിയോ മാഗ്നറ്റിക് ഇക്വേറ്ററിൻ്റെ
നമ്മുടെ ഇക്വേറ്ററിന് അടുത്തായിട്ട് ഉള്ള സ്ഥലമാണ്. ഇക്വേറ്റർ പാസ് ചെയ്ത് പോകുന്നതിന് അടുത്തായിട്ടുള്ള സ്ഥലമാണ്, തൊട്ടടുത്തല്ല ഏകദേശം അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് തുമ്പ. അതുകൊണ്ടാണ് തുമ്പയെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം. അടുത്ത ചോദ്യം, മംഗൾയാന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? എസ് അരുണനാണ് മംഗൾയാന്റെ പ്രോജക്ട് ഡയറക്ടർ. അടുത്ത ചോദ്യം, ഫസ്റ്റ് നാവിഗേഷണൽ സാറ്റലൈറ്റ് ഇൻ ദ IRNSS സീരീസ് G സാറ്റലൈറ്റ്സ് IR കൂടെ ഉണ്ട്. IRNSS 1A വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് വെഹിക്കിൾ? അപ്പോൾ IRNSS 1A ഏത് വെഹിക്കിളിലാണ് ലോഞ്ച് ചെയ്തത്? PSLV C-22 എന്ന് പറയുന്ന വെഹിക്കിളിലാണ് ലോഞ്ച് ചെയ്തത്. IRNSS സീരീസിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്, ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷണൽ സാറ്റലൈറ്റ് ആണ് IRNSS സീരീസ്. അതിൽ IRNSS 1A ലോഞ്ച് ചെയ്തത് PSLV C-22 എന്ന് പറയുന്ന വെഹിക്കിളിലാണ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് നാനോ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ ഡിസൈൻഡ് ബൈ ISRO ആൻഡ് ദ ഫാക്കൽറ്റി സ്റ്റുഡൻസ് ഓഫ് IIT കാൺപൂർ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ നാനോ സാറ്റലൈറ്റ് ഏതാണ്? ജുഗ്നു ആണ്. ആരാണ് ഡെവലപ്പ് ചെയ്തത്? ISROയും IIT കാൺപൂരിലെ ഫാക്കൽറ്റി സ്റ്റുഡൻസും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ ജുഗ്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ സാറ്റലൈറ്റ് ആണ് ജുഗ്നു. ആ IIT കാൺപൂരും കൂടെ ഓർത്ത് വെച്ചോളാം. ISROയും ആരും കൂടെ ചേർന്ന്, അല്ലെങ്കിൽ ഏത് IITയിലെ സ്റ്റുഡൻസും കൂടെ ചേർന്നാണ് രൂപപ്പെടുത്തിയെടുത്തതെന്ന് ചോദിച്ചാൽ കാൺപൂർ ആണ്, അത് മറന്നു പോകരുത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് എക്സ്ക്ലൂസീവ്ലി ടു സെർവ് ദ എഡ്യൂക്കേഷണൽ സെക്ടർ കോൾഡ് എഡ്യൂസാറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ. അപ്പോൾ എഡ്യൂസാറ്റ് ലോഞ്ച് ചെയ്ത വർഷം 2004 സെപ്റ്റംബർ 20. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 2004 സെപ്റ്റംബർ 20 എഡ്യൂസാറ്റ് ലോഞ്ച് ചെയ്തത്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി മാച്ച് ചെയ്തത് ഏത്? ഉത്തരം നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ അഹമ്മദാബാദ് അല്ല, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദിലാണുള്ളത് കേട്ടോ. അപ്പോൾ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എവിടെയാണ്? ഹൈദരാബാദ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC ഉള്ളത് ട്രിവാൻഡ്രം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ISROയുടെ സാറ്റലൈറ്റ് സെന്റർ ആണെങ്കിൽ ബാംഗ്ലൂർ. മറന്നുപോകല്ലേ, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സർവേ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതിൽ ഏതൊക്കെയാണ് ശരി? എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. ഇറ്റ് വർക്ക്സ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏറ്റവും പഴയ സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? സർവേ ഓഫ് ഇന്ത്യ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്ത ചോദ്യം, ദ ഫേമസ് ജസ്റ്റിസ് കേസ് പുട്ടസ്വാമി VS യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് റിലേറ്റഡ് ടു. അപ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ജസ്റ്റിസ് KS പുട്ടസ്വാമി കേസ്, പുട്ടസ്വാമി VS യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഡേറ്റാ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കേസാണ് എന്ത്? KS പുട്ടസ്വാമിയുടെ കേസ്. അത് നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കേസാണ്. ആധാറിന് ഭരണഘടനാപരമായിട്ടുള്ള വാലിഡിറ്റി ഉണ്ടോ എന്ന് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കേസാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി VS യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക്. അപ്പോൾ അതുമായിട്ട് ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി? രണ്ടും ശരിയാണ്. ഇറ്റ് ഈസ് എ ടെക്നോളജി സിസ്റ്റം ദാറ്റ് ഡിജിറ്റൈസസ് വാക്സിൻ സ്റ്റോക്സ്. അപ്പോൾ വാക്സിൻ സ്റ്റോക്കുകളെല്ലാം ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി സിസ്റ്റമാണ് ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക്. It is aimed at strengthening immunization supply chain system across the country. രാജ്യത്തൊട്ടാകെ ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ടുള്ള സപ്ലൈ ചെയിൻ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക്. അടുത്ത ചോദ്യം, ദ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് വർക്ക്സ് അണ്ടർ. അപ്പോൾ ഏതിന് കീഴിലാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് SIDAC വർക്ക് ചെയ്യുന്നത്? ഏതിന്റെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിലുള്ളതാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. അടുത്ത ചോദ്യം, ജതൻ സോഫ്റ്റ്വെയർ റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ വന്ന ജതൻ സോഫ്റ്റ്വെയർ എന്തിന് ബന്ധപ്പെട്ടതാണ്? ഇറ്റ് മേക്സ് ഡിജിറ്റൽ ഇംപ്രിൻറ്റ്സ് ഓഫ് ഓൾ ദ ഒബ്ജക്ട്സ് പ്രിസർവ്ഡ് ഇൻ മ്യൂസിയം. മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ ഒബ്ജക്ട്സിൻ്റെയും ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി, ഡിജിറ്റൽ ഇംപ്രിൻറ്റ്സ് എടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ജതൻ സോഫ്റ്റ്വെയർ. ഒരു വിർച്വൽ മ്യൂസിയം സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിലും ജതൻ സോഫ്റ്റ്വെയറിനെ പറയാം. വിർച്വലായിട്ട് ഒരു മ്യൂസിയത്തിനെ സൂക്ഷിക്കുക, അതാണ് ജതൻ സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം, വജ്ര പ്രോഗ്രാം ഈസ് ഡെഡിക്കേറ്റഡ് ടു. ആർക്ക് വേണ്ടിയിട്ടാണ് വജ്ര പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്? എക്സ്ക്ലൂസീവ്ലി ഫോർ ഓവർസീസ് സയൻറ്റിസ്റ്റ് ആൻഡ് അക്കാഡമീഷ്യൻസ്. അപ്പോൾ അതായത് പുറം രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള സയൻറ്റിസ്റ്റിനും അക്കാഡമിക്കലി വർക്ക് ചെയ്യുന്നവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് വജ്ര പ്രോഗ്രാം. വജ്രയുടെ ഫുൾ ഫോം വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിൻറ്റ് റിസർച്ച് എന്നാണ്. വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിൻറ്റ് റിസർച്ച് എന്നാണ് വജ്ര. പുറം രാജ്യങ്ങളിലുള്ള
NRIകളായ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള, ഇന്ത്യൻ സയൻറ്റിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വജ്ര. അടുത്ത ചോദ്യം, റീസെൻ്റ്ലി നാസാസ് ഓസിറിസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റ് ബ്രീഫ്ലി ടച്ച്ഡ് ഡൗൺ ഓൺ ദി സർഫസ് ഓഫ്. അപ്പോൾ ഓസിറിസ് റെക്സ് എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് എവിടെയാണ് അത് ടച്ച് ചെയ്ത്, എവിടെയാണ് അത് ഇറങ്ങിയതാണ് ചോദ്യം. ആസ്റ്ററോയിഡ് ബെന്നു എന്ന് പറയുന്ന ഒരു ആസ്റ്ററോയിഡിലാണ് ഓസിറിസ് റെക്സ് ഇറക്കിയത്. ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഈ ബെന്നു എന്ന് പറയുന്ന ആസ്റ്ററോയിഡിൽ ചെന്നിട്ട് കുറഞ്ഞത് 60 ഗ്രാം സാമ്പിളെങ്കിലും എടുത്ത് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോയതാണ്. അവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഏതാണ് ആസ്റ്ററോയിഡ് ബെന്നുവിൽ പോയാണ് ഓസിറിസ് റെക്സ് സാമ്പിൾ കളക്ട് ചെയ്തത്. അടുത്ത ചോദ്യം, റീസെൻ്റ്ലി എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് EOS-01 വാസ് ലോഞ്ച്ഡ് ബൈ. അപ്പോൾ EOS-01 ലോഞ്ച് ചെയ്തത് ആരാണ്? ISRO, നമ്മുടെ ഇസ്രോയുടെ ഒരു പ്രോജക്റ്റാണ് EOS-01, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്? ഫോർ ആപ്ലിക്കേഷൻസ് ഓൺ അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇപ്പോൾ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇതിനെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റ് ആണ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് EOS-1. ഇതൊരു ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ആസ്റ്ററോയിഡ് 16 സൈഷി. അപ്പോൾ ആസ്റ്ററോയിഡ് 16 സൈഷി എന്നതിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം, ഇറ്റ് വാസ് ഡിസ്കവർഡ് ബൈ ISRO ആണ്. അപ്പോൾ ISRO അല്ല ആസ്റ്ററോയിഡ് 16 സൈഷി കണ്ടുപിടിച്ചത്. നമുക്ക് ബാക്കി നോക്കാം. ആസ്റ്ററോയിഡ് 16 സൈഷി ഈസ് ലൊക്കേറ്റഡ് 370 മില്യൺ കിലോമീറ്റേഴ്സ് എവേ ഫ്രം എർത്ത്. എർത്തിൽ നിന്ന് 370 മില്യൺ കിലോമീറ്റേഴ്സ് ദൂരമാണ് ആസ്റ്ററോയിഡ് 16 സൈഷി ഉള്ളത്. അത് മാർസിൻ്റെയും ജൂപ്പിറ്ററിനും ഇടയ്ക്ക് പൊക്കോണ്ടിരിക്കുന്നതാണ് കേട്ടോ. ആസ്റ്ററോയിഡ് 16 സൈഷെ മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്കുള്ളതാണ്. അത് 1853 കണ്ടുപിടിച്ചത് ISRO അല്ല, ഒരു ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ് ആണ് ആസ്റ്ററോയിഡ് 16 സൈഷെ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, നാസയുടെ മാർസ് 2020 മിഷനെ പറ്റി താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെ? അത് കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണവും ശരിയാണ്. ബോത്ത് 1 and 2 കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ദ സ്പേസ് ഷിഫ്റ്റ് വിൽ ലാൻഡ് ഓൺ ജസീറോ ക്രേറ്റർ. അപ്പോൾ മാർസിൻ്റെ ജസീറോ ക്രേറ്ററിലാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് വന്ന് ഇറങ്ങുന്നത്. ഇറ്റ് ഓൾസോ ക്യാരീസ് എ മാർസ് ഹെലികോപ്റ്റർ ടു ടെസ്റ്റ് വെദർ ദ ഹെലികോപ്റ്റർ ക്യാൻ ഫ്ലൈ ഇൻ ദ സ്പാർസ് അറ്റ്മോസ്ഫിയർ ഓൺ മാർസ്. അതുപോലെ തന്നെ അത് ഒരു ഹെലികോപ്റ്ററിനെ കൂടെ കൊണ്ടാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് പോയത്. എന്തിനു വേണ്ടിയിട്ട്? മാർസിൻ്റെ ആ ഒരു യൂണിഫോം അല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്ററിനെ കൂടെ കൊണ്ടാണ് ഈ മിഷൻ പോയത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി? രണ്ടും ശരിയാണ്. നമുക്ക് നോക്കാം. അണ്ടർ ദ ഗഗൻയാൻ മിഷൻ 3 ഫ്ലൈറ്റ്സ് വിൽ ബി സെൻഡ് ഇൻ ടു ഓർബിറ്റ്. ഇപ്പോൾ ഗഗൻയാൻ മിഷൻ്റെ കീഴിൽ 3 ഫ്ലൈറ്റ്സിനെ ഓർബിറ്റിലേക്ക് വിടുന്നുണ്ട്. ISRO ഈസ് പ്ലാനിങ് എ മിഷൻ ടു വീനസ് ടെൻറ്റേറ്റീവ്ലി കോൾഡ് ശുക്രയാൻ. ശുക്രയാൻ എന്ന പേരിൽ ശുക്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു മിഷനും കൂടെ ISRO പ്ലാൻ ചെയ്യുന്നുണ്ട്. രണ്ടും കറക്റ്റാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 50ാമത്തെ ചോദ്യം, സ്ക്വയർ കിലോമീറ്റർ അറേ ഒബ്സർവേറ്ററി സ്കാവോ ഈസ്. എന്താണ് സ്കാവോ? സ്കാവോ എന്ന് പറഞ്ഞാൽ എ ന്യൂ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഡെഡിക്കേറ്റഡ് ടു റേഡിയോ ആസ്ട്രോണമി. റേഡിയോ ആസ്ട്രോണമിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണിത് സ്കാവോ, സ്ക്വയർ കിലോമീറ്റർ അറേ ഒബ്സർവേറ്ററി. അപ്പോൾ ഇന്നത്തെ 25 ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പം ആദ്യത്തെ 50 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്ന് വരുന്നത്. ഈ ISROയുടെ പറ്റുമെങ്കിൽ ISRO നന്നായിട്ട് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക. കൂടുതലും നമ്മൾ റീസെൻ്റ് ആയിട്ട് ഉള്ള സാറ്റലൈറ്റ് കൊണ്ടുപോയ വെഹിക്കിൾസ് ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോകണേ. മിഷൻസ് ഒക്കെ പഠിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ലൊരു 5 സൂപ്പർ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത 5 കറണ്ട് അഫയേഴ്സ് നോക്കാം. 2020 ഒക്ടോബറിൽ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ആരംഭിക്കുന്ന പരിശീലന കേന്ദ്രമാണ് ഇൻസൈറ്റ്. അപ്പോൾ ഇൻസൈറ്റ് എന്താണ്? കേരള പോലീസിൻ്റെ ഒരു പരിശീലന കേന്ദ്രമാണ്. എന്തിൻ്റെ ഭാഗമായിട്ട്? ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം CCTNSൻ്റെ ഭാഗമായി കേരള പോലീസ് ആരംഭിക്കുന്ന പരിശീലന കേന്ദ്രമാണ് ഇൻസൈറ്റ്. അടുത്ത ചോദ്യം, കോവിഡ് വ്യാപിച്ചതിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൌണും നിയന്ത്രണങ്ങളും കാരണം ദുരിതത്തിലായ തെരുവിൽ കഴിയുന്നവർക്ക് വേണ്ടി കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച പുനരധിവാസ പദ്ധതിയാണ് ഉദയം. സ്കീംസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. എന്താണ്? കോവിഡ് വ്യാപിച്ചതിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൌണും നിയന്ത്രണങ്ങളും കാരണം ദുരിതത്തിലായ തെരുവിൽ കഴിയുന്നവർക്ക് വേണ്ടി കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച
പുനരധിവാസ പദ്ധതി ഉദയം. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സുബേദാർ ജോഗീന്ദർ സിംഗ് സ്മരണാർത്ഥം യുദ്ധസ്മാരകം നിലവിൽ വന്നത് ബുംലയിലാണ്. ഇപ്പോൾ സുബേദാർ ജോഗീന്ദർ സിംഗിന്റെ സ്മരണാർത്ഥം യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ബുംല, അരുണാചൽ പ്രദേശ്. 2020 ഒക്ടോബറിൽ ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയവും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചറുമായി ചേർന്ന് ആരംഭിച്ച പുതിയ പ്രോജക്റ്റാണ് ലൈഫ് ഇൻ മിനിയേച്ചർ. ഇപ്പോൾ ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയവും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും കൂടെ ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചറുമായി ചേർന്ന് ആരംഭിച്ച പുതിയ പ്രോജക്റ്റ് എന്നാണ് ലൈഫ് ഇൻ മിനിയേച്ചർ. ലോകബാങ്കിന്റെ സഹകരണത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡ് ഡ്യൂൺ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗോവ. 5 ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. CCTNSന്റെ പദ്ധതിയുടെ ഭാഗമായി കേരള പോലീസ് ആരംഭിക്കുന്ന പരിശീലന കേന്ദ്രം ഇൻസൈറ്റ്. കോഴിക്കോട് ജില്ലാ ഭരണകൂടം തെരുവിൽ കഴിയുന്നവർക്ക് വേണ്ടി ആവിഷ്കരിച്ച പുനരധിവാസ പദ്ധതി ഉദയം. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സുബേദാർ ജോഗീന്ദർ സിംഗിന്റെ സ്മരണാർത്ഥം യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ബുംല, അരുണാചൽ പ്രദേശ്. 2020 ഒക്ടോബറിൽ ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയവും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചറുമായി ചേർന്ന് ആരംഭിച്ച പുതിയ പ്രോജക്റ്റാണ് ലൈഫ് ഇൻ മിനിയേച്ചർ. ലോകബാങ്കിന്റെ സഹകരണത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡ് ഡ്യൂൺ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗോവ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ സയൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ലേറ്റ് ചെയ്തതിലോ അല്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞതിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്